ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിതിൻ ജാസ്മിനോട് പറയും, ആ പാർവതി അവിടെ നിന്ന് ഓടിച്ചിട്ട് വിശാലിനെ സ്വന്തമാക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ. നീ വിശാലിന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ആ മണിചന്ദ്രമാല നിന്റെ കഴുത്തിൽ ഇപ്പോൾ കെടുക്കുമായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറയും, അല്ലെങ്കിൽ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. ഇനി ഏട്ടനായിട്ട് എൻ്റെ ഭ്രാന്ത് കൂട്ടണ്ട. അവളെ എനിക്ക് നശിപ്പിക്കണം. ആ മണിചന്ദ്രമാല എനിക്ക് വേണം. അതിനെന്താണ് മാർഗം? അതറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഏട്ടനെ വിളിച്ചത്. അപ്പോൾ ജിതി പറയും, അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അത് നീ ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ജിതിൻ ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ജാസ്മിൻ പറയും, ഏട്ടനാൾ പുലി തന്നെയാണ്, ഇത് ഞാൻ വർക്കൗട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം പ്രഭാവതി അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് നടക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് വരുന്ന പ്രതാപൻ ചോദിക്കും, ചേച്ചിക്ക് ഇത് എന്താ പറ്റിയത്? ചേച്ചിയുടെ പഴയ ആവേശമൊക്കെ എങ്ങോട്ട് പോയി? ഈ പോക്ക് പോയാലേ മിക്കവാറും നമ്മുടെ ലക്ഷ്യം വെള്ളത്തിലാവും. അപ്പോൾ പ്രഭാവതി പറയും, ഒന്നും സംഭവിക്കില്ല പ്രതാപ, നീ നിന്റെ ഈ അനാവശ്യ സംശയങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കേ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? അപ്പോൾ പ്രതാപൻ പറയും, ഇത് ഞാൻ വെറുതെ ചിന്തിക്കുന്നൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ ചേച്ചി കണ്ടില്ല എന്ന് വെച്ച് ഒഴിവാക്കുകയല്ലേ? എന്നാ ഞാൻ എന്ത് കണ്ടില്ല എന്ന് വെച്ചെന്നാ നീ പറയുന്നത്? അപ്പോൾ പ്രതാപൻ പറയും, ഇവിടെ നടക്കാൻ പോകുന്ന ഫോട്ടോഷൂട്ടിനെ കുറിച്ച് ചേച്ചി അറിഞ്ഞില്ലേ? ചേച്ചി എന്താ അതറിഞ്ഞിട്ടും ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ പ്രതാപ? അപ്പോൾ പ്രതാപൻ പറയും, അവരെ വെറുതെ ഷോക്കേസിൽ വെക്കാനല്ല ആ ഫോട്ടോ എടുക്കുന്നത്, കമ്പനി ബുക്ക്ലെറ്റിലും ബ്രോഷറിലും ഒക്കെ വെക്കാനാണ്. അതിൽ വിശാലിന്റെ ഫോട്ടോ വെക്കുന്നത് ഓക്കെ, പക്ഷേ പാർവതിയുടെ ഫോട്ടോ വെക്കുന്നതേ ചെയർപേഴ്സന്റെ സ്ഥാനത്താണ്. അതിനർത്ഥം ചേച്ചിക്ക് ഇനി കമ്പനിയിൽ അധികം സ്ഥാനം ഇല്ല എന്നല്ലേ? ഇനി മുതൽ കമ്പനി പാർവതിയായിരിക്കും ഭരിക്കുന്നത്. ചേച്ചിയുടെ സ്ഥാനം പോകും, ഒപ്പം ചേച്ചിക്ക് കിട്ടുന്ന വരുമാനവും നിൽക്കും. എന്നുവെച്ചാൽ ചേച്ചിയുടെ വരുമാനം നിന്നാൽ എനിക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പോക്കറ്റ് മണിയും നിൽക്കും. അതോടെ ഞാൻ പാപ്പരാകും. എൻ്റെ ഗതി അതോ ഗതിയാവും. അപ്പോൾ പ്രഭാവതി ചിരിച്ചുകൊണ്ട് പറയും, പാർവതി ചെയർപേഴ്സൺ ആണെന്ന് കരുതി നീ ടെൻഷൻ ആവുമെന്ന് വേണ്ട പ്രതാപ. അവൾ കമ്പനിയിലെ ചെയർപേഴ്സൺ ആണെങ്കിലേ ഞാൻ ഈ കുടുംബത്തിലെ മഹാറാണിയാണ്. ആ പേടിയും ബഹുമാനവും ഒക്കെ അവൾക്ക് എന്നോടുണ്ട്. അവൾ എന്നെ പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലത്തോളം അവളെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റും. ഞാൻ പറയുന്നതിൽ നിന്ന് അവൾ ഒരു അടി അനങ്ങില്ല. അതിനർത്ഥം അവൾ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരുന്നാലും അവളെ നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് അത് നമുക്കൊരു പ്രശ്നമല്ല. നമ്മുടെ മുന്നിലെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ആ ശേഖരനാണ്. നീ ആദ്യം അയാളെ കണ്ടുപിടിക്കാൻ നോക്ക്. അപ്പോൾ പ്രതാപൻ പറയും, കണ്ടുപിടിക്കും ചേച്ചി, അയാൾ എവിടെ മറഞ്ഞിരുന്നാലും നമ്മൾ അയാളെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം വിശാലും വിപിനും കൂടെ ഫയലുകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പല്ലവി റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് വിപിനോട് ആക്ഷൻ കാണിച്ചിട്ട് പറയും, ഞാൻ അങ്ങോട്ട് വരട്ടെ, എനിക്ക് വിപിൻ സാറിന് ഒരു സമ്മാനം തരണം. അപ്പോൾ വിപിൻ ആക്ഷൻ കാണിച്ചിട്ട് പല്ലവിയോട് അവിടെ നിന്ന് പോകാൻ പറയാണ് കേട്ടോ. അപ്പോഴാണ് പാർവതി മുകളിലേക്ക് കയറി വരുന്നത്. പല്ലവി ഒരു റോസാപ്പൂവും കയ്യിൽ പിടിച്ച് വാതിലിന് പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ പാർവതിക്ക് കാര്യം മനസ്സിലായിട്ടോ. അതേസമയം വിപിൻ ആക്ഷൻ കാണിച്ച് സംസാരിക്കുന്നത് വിശാല് കാണാണ്. അപ്പോൾ വിശാല് വിപിനോട് ചോദിക്കും, നീ ആരോടാടാ ഈ ആക്ഷൻ കാണിച്ച് സംസാരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിശാല് പോയി നോക്കുമ്പോൾ കാണുന്നത് പല്ലവി അവിടെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വിശാല് പല്ലവിയോട് ചോദിക്കും, നീ എന്താ ഇവിടെ? അപ്പോൾ പല്ലവി പറയും, ഞാൻ ഈ പൂവേ ചേച്ചിക്ക് കൊടുക്കാൻ വന്നതാണ്, ചേച്ചിയെ കാണാനില്ലല്ലോ. അപ്പോഴേക്കും പാർവതി വന്നിട്ട് പറയും, ചേച്ചി ഇവിടെ തന്നെ ഉണ്ട് മോളെ, ആ പൂവേ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ആ പൂവ് പല്ലവിയുടെ ഇന്ന് പിടിച്ചു വാങ്ങാണ്. അപ്പോൾ പല്ലവി ആകെ ചമ്മിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വിശാല് പാർവതിയോട് പറയും, ഓ ചേച്ചിയുടെ സൗന്ദര്യത്തിലെ അനിയത്തിക്ക് വലിയ ശ്രദ്ധയാണല്ലോ. അപ്പോൾ പാർവതി പറയും, അവൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ വിശാല പാർവതിയുടെ കയ്യിൽ നിന്ന് ആ പൂവ് വാങ്ങിച്ചിട്ട് ഞാൻ നിനക്ക് തലയിൽ ചൂടിത്തരാമെന്ന് പറഞ്ഞിട്ട് പാർവതിക്ക് ആ പൂവ് തലയിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാത്രി പ്രതാപം വന്ന് പ്രഭാവതിയോട് പറയും, ആകെ ഏടാകൂടം ആയി ചേച്ചി എന്നാ തോന്നുന്നത്. ആ ശേഖരമേനോൻ ചേച്ചിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നമ്പറിൻ്റെ വിശദാംശം അറിയാൻ ചേച്ചി എന്നോട് പറഞ്ഞില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ പ്രഭാവതി ചോദിക്കും, ആ സിം കാർഡ് ആരുടെ പേരിലാണ് പ്രതാപ? ശേഖരമേനോൻ്റെ പേരിൽ തന്നെയാണോ? അല്ല, അത് എടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ അഡ്രസ്സിലാണ് ചേച്ചി. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ചോദിക്കും, ഈ വീട്ടിൽ ആരാണ് അയാൾക്ക് സിം കാർഡ് എടുത്തു കൊടുക്കാനുള്ളത്? ആരുടെ പേരിലാണ് ആ കണക്ഷൻ? അപ്പോൾ പ്രതാപൻ പറയും, അത് മറ്റാരുടെയും പേരിലല്ല, വിശാലിൻ്റെ പേരിലാണ്. ഇത് കേട്ടതും പ്രഭാവതി ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി ചോദിക്കും, അതെങ്ങനെ സംഭവിച്ചു പ്രതാപ? ഇനിയൊരു പക്ഷേ നമുക്ക് മുമ്പേ വിശാല ശേഖരനെ കണ്ടെത്തി കാണോ? ശേഖരമേനോൻ എല്ലാ സത്യങ്ങളും വിശാലിനോട് പറഞ്ഞു കാണോ? അതുകൊണ്ടായിരിക്കോ വിശാൽ അയാളുടെ പേരിൽ രഹസ്യമായിട്ട് സിം കാർഡ് എടുത്തു കൊടുത്ത് അയാളെ കൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണോ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ വിശാൽ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ? അപ്പോൾ പ്രതാപൻ പറയും, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ചേച്ചി. എന്തായാലും ഇത് നിസ്സാരമായി കണ്ട് വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ പ്രഭാവതി പറയും, നമുക്ക് വിശാലിനെ കണ്ടിട്ടേ തന്ത്രപരമായി ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി വിശാലിനെ കൊണ്ട് അവിടുന്ന്
പ്രതാപനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം പാർവതി വിശാലിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വിശാൽ ലാപ്ടോപ്പിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ പാർവതി പറയും, എനിക്ക് വിശാൽ സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷേ സാർ ഇപ്പോൾ ജോലി തിരക്കിലല്ലേ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ സാവകാശം പിന്നീട് പറയാം. അപ്പോൾ വിശാൽ പറയും, നിന്നേക്കാൾ പ്രാധാന്യം എനിക്ക് ഒന്നിനുമില്ല മോളെ, ഈ ജോലിയൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും, നീ പറയാൻ വന്നത് പറ. അപ്പോൾ പാർവതി പറയും, അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം. അപ്പോൾ വിശാൽ ഒരു പെണ്ണെടുത്ത് പാർവതിയുടെ കവിളിൽ ഒരു കുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി ചോദിക്കും, ഇതെന്തിനാണ് പെണ്ണുകൊണ്ട് കവിളി കുത്തിയത് സാറേ? അപ്പോൾ വിശാൽ പറയും, നിന്നെ ആരും കണ്ണുവെക്കാതിരിക്കാനാണ്. എന്നെ ആര് കണ്ണുവെക്കാനാണ്? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രഭാവതിയും പ്രതാപനും കൂടെ അവിടേക്ക് വരുന്നത്. അപ്പോൾ പ്രഭാവതി പറയും, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് മോനെ. അപ്പോൾ പാർവതി പറയും, എന്നാൽ നിങ്ങൾ സംസാരിച്ചോ, ഞാൻ പോയിക്കോളാം. അപ്പോൾ വിശാല് പാർവതിയെ പിടിച്ച് നിർത്തിയിട്ട് പറയും, താൻ ഇവിടെ നിന്നാൽ മതി, ഇവിടെ വേറെ സൗകര്യമൊന്നുമില്ല. എന്നിട്ട് പ്രഭാവതിയോട് പറയും, അമ്മേ ഞങ്ങൾ കിടപ്പ് മാത്രമേ 2 മുറിയിലുള്ളൂ, പക്ഷേ എൻ്റെയും പാർവതിയുടെയും മനസ്സ് ഒന്നാണ്. അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും അമ്മയ്ക്ക് പാർവതിയുടെ മുന്നിൽ വെച്ച് എന്നോട് പറയാം. അപ്പോൾ പ്രഭാവതി ചോദിക്കും, നിന്റെ കയ്യിൽ നീ ഉപയോഗിക്കുന്ന സിം കാർഡ് അല്ലാതെ വേറെ സിം കാർഡ് ഉണ്ടോ? അപ്പോൾ വിശാൽ പറയും, ഉണ്ടല്ലോ, വേറൊരു സിം കാർഡ് ഉണ്ട്. ഇത് കേട്ടതും പ്രഭാവതിയും പ്രതാപനും ആകെ ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ വിശാൽ ചോദിക്കും, അതെന്താ അമ്മേ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, വേറെ ആരും നിന്റെ പേരിലുള്ള സിം കാർഡ് മിസ്യൂസ് ചെയ്യരുതല്ലോ, അത് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. അപ്പോൾ വിശാൽ പറയും, അതെനിക്കറിയാം, പക്ഷേ സൂക്ഷിക്കേണ്ടത് ഞാനല്ല, അമ്മയാണ്. ഞാനോ? അതെ, അമ്മയാണ് സൂക്ഷിക്കേണ്ടത്. ഞാൻ എന്തിനാ മോനെ സൂക്ഷിക്കേണ്ടത്? അപ്പോൾ വിശാൽ പറയും, അമ്മ മറന്നുപോയോ? കുറച്ച് നാൾ മുമ്പ് അമ്മയ്ക്കൊരു സിം കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ എൻ്റെ ID കാർഡ് ഉപയോഗിച്ച് അമ്മയ്ക്കൊരു സിം കാർഡ് എടുത്തു തന്നത്. ആ സിം ഇപ്പോൾ അമ്മയല്ലേ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അമ്മ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി പറയും, ഓ ഞാനത് മറന്നുപോയി, എന്നാൽ നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയും പ്രതാപനും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പാർവതി വിശാലിനോട് ചോദിക്കും, അമ്മയ്ക്ക് വേണ്ടി വിശാൽ സാർ എടുത്തു കൊടുത്ത ആ സിമ്മിൻ്റെ നമ്പർ വിശാൽ സാറിന് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ, പാർവതിക്ക് അത് വേണോ? ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വിശാൽ ആ നമ്പർ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം പിറ്റേ ദിവസം സുശീല ജാസ്മിനോട് പറയും, പാർവതിയുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് ജാസ്മിനെ ഞാൻ ആലോചിക്കുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് അവൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഈ കുടുംബത്തിന്റെ മരുമകളായി അവൾ കയറി വന്നു. അവിടെയും അവളുടെ ഭാഗ്യം തീർന്നില്ല. എഴുത്തും വായനയും അറിയാത്ത അവള് ഇപ്പോൾ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ ആണ്. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആർക്കെങ്കിലും ലഭിക്കുന്ന സ്ഥാനാണോ അത്? അതും പോരാഞ്ഞിട്ട് അവൾക്കിപ്പോൾ പാരിതോഷവും കിട്ടാൻ പോകുന്നു. അതും 1000-ന്റെയോ 10,000-ന്റെയോ സമ്മാനമല്ല, 3 കോടിയുടെ സ്വർണ്ണമാലയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, ആ മാല അവൾക്ക് സമ്മാനമായി കൊടുത്താലും അതൊടുവിൽ എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരും. അതിനുള്ള പ്ലാൻ ഒരുക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് സുശീലയോട് പറയും, ആ പാർവതിയുടെ യോഗം എല്ലാം കൂടെ ഞാൻ ഒരു ദിവസം അവസാനിപ്പിക്കും. അപ്പോൾ സുശീല പറയും, നീ ഇത് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ ജാസ്മിൻ, വിജയെന്നും അവൾക്ക് തന്നെയല്ലേ? അപ്പോൾ ജാസ്മിൻ പറയും, അവളുടെ വിജയമെല്ലാം താൽക്കാലികമാണ് സുശീലാൻറ്റി, തൽക്കാലം അവൾ വിജയിക്കട്ടെ, സന്തോഷിക്കട്ടെ, പക്ഷേ അന്തിമമായി അവളുടെ ജാതകം ഞാൻ തിരുത്തി കുറിക്കും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഹാളിലേക്ക് വിശാലും വിപിനും അച്ചമ്മയും രാധികയും ഒക്കെ വരികയാണ്. അപ്പോൾ അച്ചമ്മ രാധികയോട് ചോദിക്കും, രാധിക ബാങ്കിൽ പോയിരുന്നോ? അപ്പോൾ രാധിക പറയും, ഞാൻ പോയിരുന്നു അമ്മേ. എന്നിട്ട് കവറിൽ നിന്ന് ഒരു ബോക്സ് എടുത്തിട്ട് പറയും, ഇതിലുണ്ട് ആ മണിചന്ദ്രമാല. അത് കാക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കും, ഇത് 3 കോടി വിലയുള്ള മാലയല്ലേ ആൻറ്റി? യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ വെറും ഒരു ക്യാരി ബാഗിൽ 3 കോടിയുടെ മാല കൊണ്ടുവരികയോ? അത് വരുന്ന വഴിക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ? അപ്പോൾ രാധിക പറയും, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ ആരെയാണ് ഞാൻ സെക്യൂരിറ്റിക്ക് വെക്കുക? എനിക്ക് ആരെയും വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ തനിയെ പോയി എടുത്തത്. ഞാൻ ഈ സാധാരണ ക്യാരി ബാഗായിട്ട് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് 3 കോടിയുടെ മാലയാണെന്ന് ആരെ സംശയിക്കുക? ഇത് കേൾക്കുമ്പോൾ വിശാല പറയും, ആൻറ്റിയുടെ ബുദ്ധി അപാരം തന്നെ. അപ്പോൾ ജാസ്മിൻ പറയും, ഞാൻ ഈ മണിചന്ദ്രമാല കണ്ടിട്ടില്ല ആൻറ്റി, എനിക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുമോ? ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയും, വേണ്ട വേണ്ട. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.